യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ശബ്ദം ഓക്കെ ആണോ? ഹലോ. ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ്, പറയൂ. കേൾക്കുന്നുണ്ട്. പ്രൊഫഷണൽ ആ ഒന്ന് പരിചയം. എന്ത് പ്രോഗ്രാമാണ് ചെയ്തേക്കുന്നത്, ഡീറ്റെയിൽ ഒന്ന് അറിയാനായിരുന്നു. ആ ഞാൻ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറയൂ. ഞാൻ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ ഒരു 2 മന്ത്സിന് മുമ്പ് കോൺടാക്ട് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പം അന്ന് എന്റെ VFS ഡേറ്റിന്റെ വാലിഡേഷൻ നോക്കാനായിട്ടായിരുന്നു ചോദിച്ചത്. അപ്പം അത് വാലിഡേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ VFSന് പോയി. സെപ്റ്റംബർ 2-ാം തീയതി ആയിരുന്നു എന്റെ VFS. ഓക്കെ. പക്ഷേ ഞാൻ VFSന് പോയി, എല്ലാം കഴിഞ്ഞു. ബയോമെട്രിക്സും പാസ്പോർട്ടൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം മെയിൽ വന്നായിരുന്നു. VFS എന്ന് കൊച്ചിയിലായിരുന്നു VFS. അവിടുന്ന് നേരെ ബാംഗ്ലൂർ എംബസിയിലോട്ട് പോയിട്ടുണ്ട്. അണ്ടർ പ്രോസസിംഗ് എന്നാണ് ലാസ്റ്റ് മെയിൽ വന്നിട്ടുള്ളത്. അത് സെപ്റ്റംബർ 4-നാണ് വന്നത്. അതിനുശേഷം ഒരു മെയിലും വന്നിട്ടില്ല. പാസ്പോർട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അത് എന്താ അതിന്റെ? പാസ്പോർട്ട് റിട്ടേൺ വരും. എന്താണ് റിട്ടേൺ വരും? നിങ്ങൾ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കൊടുത്തേക്കുന്നത് കറക്റ്റ് അല്ലേ? അതെ, 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 മെയിലൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് ആണ്. സെപ്റ്റംബർ 4-നാണ് ലാസ്റ്റ് മെയിൽ വന്നിട്ടുള്ളത്. ഇപ്പം സ്റ്റിൽ ഇതൊരു 45 ഡേയ്സ് വരെ വർക്കിംഗ് ഡേയ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. പ്രോസസ്സിങ് 45 to 60 ഡേയ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു മാസത്തിന് മുകളിൽ എടുക്കുന്നുണ്ട് വർക്കിംഗ് ഡേയ്സ്. സാറ്റർഡേ, സൺഡേ ജർമ്മൻ ഹോളിഡേയ്സ് അല്ലാതെ. ആ, ശരിക്കും ഇന്ന് ജർമ്മൻ ഹോളിഡേ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ടൈം ആയിട്ടുണ്ടോ? 45 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടോ വർക്കിംഗ് ഡേയ്സ്? വർക്കിംഗ് ഡേയ്സ് 45 ഡേയ്സ് ആയിട്ടില്ല. നോർമൽ ഡേയ്സ് 45 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. നോർമൽ ഡേയ്സ് അല്ല, വർക്കിംഗ് ഡേയ്സ് ആണ് നോക്കുന്നത്. വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 ഡേയ്സ് ആകത്തുള്ളൂ. ആകത്തുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളത് എത്ര ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എമൗണ്ട് എത്ര കാണിച്ചിട്ടുണ്ടായിരുന്നെ? അത് നമ്മളല്ല, ഏജൻസി വഴിയാണ് അത്. ഞാൻ അന്ന് ഒരു PDF ഇട്ട് തന്നായിരുന്നു. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഓക്കെ, അതിന്റെ അത് മറ്റേത് ബ്ലോക്ക് അതിന്റെ ഇത് ജസ്റ്റ് ഒരു ഇത് ഓപ്പൺ ആയിട്ട് വെച്ചേക്കുന്നതിന്റെ ഇത്. വാട്സാപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞ്. ഒന്ന് ഓക്കെ, ചെക്ക് ഓക്കെ, ചെയ്താൽ. മനസ്സിലായി. ഉം. ആ, പിന്നെ ഇത് നിങ്ങള് അതില് ആ, ഈ വേറെ എന്തെങ്കിലും ജോബ് ഓഫർ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇതിന്റെ അത്? ജോബ് ഓഫർ കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കറക്റ്റ് ആയിട്ട്. ശരി, നിങ്ങൾക്ക് വേറെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, ഇത്രയും മാത്രമേ ഉള്ളൂ അറിയാവുന്ന? ഇത്ര അറിയാവൂ. ഉം. ഓ, ശരി, ശരി. ഇനി വെയിറ്റ് ചെയ്യാന്നുള്ള ഓപ്ഷനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിന്റെ അകത്ത് നിലവില്. ആ അത് ആദ്യമേ ചെയ്തപ്പം നടന്നില്ലായിരുന്നു. ഫസ്റ്റ് VFSന് പോയപ്പോ അപ്രൂവൽ കിട്ടിയില്ലായിരുന്നു. ഉം. അങ്ങനെ രണ്ടാമതാണ് ഇതിപ്പോ കിട്ടിയത്. അപ്പൊ അങ്ങനെ പോയി എല്ലാം ബയോമെട്രിക് എല്ലാം ചെയ്തു. ആ, ഇനി അപ്പൊ ഇതുവരെയായിട്ടും പക്ഷെ പ്രശ്നമില്ല. എനിക്ക് ഇനി വന്നിട്ടില്ല. അപ്പൊ പ്രശ്നമില്ല, വെയിറ്റ് നോർമൽ ചെയ്യാന്നുള്ളത് ഇത്ര ഡേയ്സ് എടുക്കാറുണ്ടോ? കാരണം ഞാൻ എന്റെ ഒരു എടുക്കാറുണ്ട്. ജൂനിയറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് VFS കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞാൽ പാസ്പോർട്ട് കിട്ടി എന്നാ പറഞ്ഞത്. പുള്ളിക്കാരി ഇപ്പൊ ജർമ്മനി പോയിട്ടുണ്ട്. അത് പക്ഷെ സ്റ്റുഡന്റ് വിസയാണ്. ഇത് ഓപ്പർച്യൂണിറ്റി കാർഡിനല്ലേ അപ്ലൈ ചെയ്യുന്നത്. ഓരോ വിസയ്ക്കും അതുപോലെ തന്നെ ഇവര് സ്റ്റുഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഈ നമ്മുടെ കോഴ്സ് ഒക്കെ നേരത്തെ തുടങ്ങുവാണ്, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. മീൻസ് അവർക്ക് സ്റ്റുഡന്റ് ഓക്കെ. ആണെന്നുണ്ടെങ്കിൽ അവരെ യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി പോയിട്ടാണ് വരുന്നത് ആക്ച്വലി ഇത് വിസ കിട്ടുന്നത്. ഓക്കെ, സെപ്റ്റംബർ ഇൻടേക്ക് നടന്നുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ലാഗ് വരുന്നത്. ആയിരിക്കും. ഓപ്പർച്യൂണിറ്റി കാർഡിന് എന്താണെങ്കിലും ഒരു 1 മന്ത് ഒക്കെ ഏറ്റവും കുറഞ്ഞ് എടുക്കുന്നുണ്ട് വർക്കിംഗ് ഡേയ്സ്. സ്റ്റിൽ ഇപ്പൊ കിട്ടിയേക്കുന്നത് ഏതാ കേട്ടില്ല. ആ. സ്റ്റിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇപ്പം സ്റ്റിൽ വിസ വരുന്നത് വെച്ചിട്ട് ഒരു മാസം എന്തായാലും എടുക്കും. 30 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് എന്തായാലും എടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് കണക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം അപ്പോയിന്റ്മെന്റ് കിട്ടുന്നുണ്ടോ? അതായത് VFS ഡേറ്റ് എടുക്കാനിട്ട് ഇപ്പം അപ്പോയിന്റ്മെന്റ് എന്തോ അവൈലബിൾ ഓൺലൈൻ ആണല്ലോ. വഴിയാണ് ഫുള്ള് ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ആയ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നിലവിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഒരു എടുക്കാൻ പറ്റും. 25 ഡേയ്സിനുള്ളിൽ എടുക്കാൻ പറ്റും അപ്പോയിന്റ്മെന്റ്. 25 ഡേയ്സ് കഴിഞ്ഞിട്ടല്ലേ 25 ഡേയ്സിനുള്ളിൽ കിട്ടുന്നത്? എടുക്കാൻ പറ്റും. അന്നേരത്തേക്കും എംബസിന്ന് ഓപ്പൺ ആവുന്ന ടൈമിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഷുവർ. ഓക്കെ. എപ്പോഴായിരിക്കും അടുത്ത അപ്പോയിന്റ്മെന്റ് ഡേറ്റ് എപ്പോഴാന്ന് പറയാൻ പറ്റുമോ? ഏത് വരുന്ന മാസം എന്ന് പറയാൻ? നവംബർ മാസത്തിലേക്ക്. നവംബർ മാസത്തേക്ക് അല്ലേ? ആ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.